നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂർ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. VR കൃഷ്ണതേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രയിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. അർജുൻ പാണ്ഡ്യൻ നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറും ലേബർ കമ്മീഷണറുമാണ്. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോ നഗരസഭയോ അറിയാതെ പറവൂരിൽ റോഡരികിൽ തണൽ വിരിച്ചു നിന്നിരുന്ന 50 വർഷത്തിലേറെ പഴക്കമുള്ള വാഗമരം മുറിച്ചു നീക്കിയതായി ആക്ഷേപം. പറവൂർ KMK കവലയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം നിന്നിരുന്ന പൂമരമാണ് രാത്രിയുടെ മറവിൽ മുറിച്ചു നീക്കിയത്. വനിതകളുടെ മാനസിക ശാരീരികാരോഗ്യവും അഴകും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വെള്ളാങ്കല്ലൂർ പാലപ്രക്കുന്ന് അംഗനവാടി കെട്ടിടത്തിൽ വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ ഫിറ്റ്നസ് സെന്ററിന് ലഭ്യമാക്കി. വാർത്തകൾ വിശദമായി. തൃശൂർ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. VR കൃഷ്ണതേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രയിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. ഇടുക്കി സ്വദേശിയായ അർജുൻ പാണ്ഡ്യൻ 2017 ബാച്ചിലെ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. ജില്ലയുടെ സമഗ്ര വികസനത്തിനായി നല്ല രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവുമെന്ന് ചുമതലയേറ്റ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. ജനങ്ങൾക്ക് സേവനങ്ങൾ കൃത്യമായി ലഭ്യമാകുന്നതിനുള്ള സുതാര്യമായ ജില്ലാ സംവിധാനമായിരിക്കും. മഴയുടെ സാഹചര്യത്തിൽ എല്ലാ താലൂക്കുകളിലും ജില്ലാ കളക്ടറേറ്റിലും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ടെന്നും അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോ നഗരസഭയോ അറിയാതെ പറവൂരിൽ റോഡരികിൽ തണൽ വിരിച്ചു നിന്നിരുന്ന 50 വർഷത്തിലേറെ പഴക്കമുള്ള വാഗമരം മുറിച്ചു നീക്കിയതായി ആക്ഷേപം. പറവൂർ KMK കവലയിൽ വൈപ്പിനിലേക്ക് പോകുന്നവരുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം നിന്നിരുന്ന വലിയ വാഗമരമാണ് രാത്രിയുടെ മറവിൽ മുറിച്ചു നീക്കിയത്. മരം മുറിച്ച് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ മതിലിനരികിലും കൊമ്പും ചില്ലകളും മുറിച്ച് റോഡരികിൽ ഇലക്ട്രിക് പോസ്റ്റിന് ചുവടെയായും കൂട്ടിയിട്ടിട്ടുണ്ട്. മരം നിന്ന സ്ഥലത്ത് സിമന്റ് തറയോട് ചേർത്താണ് മരം മുറിച്ചു നീക്കിയിട്ടുള്ളത്. തണൽ മരം മുറിച്ചു നീക്കിയവർക്കെതിരെ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആൽഫ പാലിയേറ്റീവ് കെയർ വെള്ളാങ്കല്ലൂർ ലിങ്ക് സെന്റർ 7ാം വാർഷികം ആഘോഷിച്ചു. കോണത്തുകുന്നിൽ നടന്ന വാർഷികാഘോഷം മറിമായം ടീം മണികണ്ഠൻ പട്ടാമ്പി, M സലീം ഹസൻ, വിനോദ് കോവൂർ, നിയാസ് ബക്കർ, ഉണ്ണിരാജ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. എന്തായാലും ഇവിടെ വരാനും നിങ്ങളെല്ലാവരെയും കാണാനും ഒക്കെ കഴിഞ്ഞത് ഒരു സിനിമ സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ആ സിനിമ 26-ാം തീയതി തിയേറ്ററിലെത്തുകയാണ്. ഇവിടെ നിങ്ങളടുത്തുള്ള എല്ലാ തിയേറ്ററുകളിലും ഉണ്ടാകും. കഴിയുന്ന ആളുകൾ, മറിമായൊക്കെ കാണുന്ന ആളുകൾ സിനിമ പോയി കാണാൻ വിജയിപ്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒപ്പം ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും പങ്കാളിയാകുന്നതിന് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാനും സഹകരിക്കാനും ഞങ്ങൾ ഒരുക്കമാണ് ഈ അവസരത്തിൽ പറയുക. വെള്ളാങ്കല്ലൂർ ആൽഫ പാലിയേറ്റീവ് കെയർ ആക്ടിംഗ് പ്രസിഡന്റ് ഷഫീർ കാരുമാത്ര അധ്യക്ഷനായി. സെക്രട്ടറി മെഹർബാൻ ഷിഹാബ്, യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് K ജേക്കബ്, കരൂപ്പടന്ന J&J പ്രിൻസിപ്പൽ ബീരാൻ P സയ്യിദ്, മതിലകം പടിയൂർ പീസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സോഫിയ, പ്രോഗ്രാം കോർഡിനേറ്റർ ആൻസി V ജോസ് എന്നിവർ സംസാരിച്ചു. വനിതകളുടെ മാനസിക ശാരീരികാരോഗ്യവും അഴകും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പാലപ്രക്കുന്ന് അംഗനവാടി കെട്ടിടത്തിൽ വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് ഫിറ്റ്നസ് സെന്ററിന് ലഭ്യമാക്കിയത്. സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഷീല അജയഘോഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസ്മ ബി ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ GO ഡേവിസ്, സിന്ധു ബാബു, വാർഡ് മെമ്പർമാരായ ഷംസു വെളുത്തേരി, സിമി റഷീദ്, അംഗനവാടി ടീച്ചർ സീമന്തിനി, സുന്ദരൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ജീവനക്കാർ, വാർഡ് നിവാസികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. VR കൃഷ്ണതേജ ഇന്റർ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രയിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. അർജുൻ പാണ്ഡ്യൻ നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറും ലേബർ കമ്മീഷണറുമാണ്. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോ നഗരസഭയോ അറിയാതെ പറവൂരിൽ റോഡരികിൽ തണൽ വിരിച്ചു നിന്നിരുന്ന 50 വർഷത്തിലേറെ പഴക്കമുള്ള വാഗമരം മുറിച്ചു നീക്കിയതായി ആക്ഷേപം. പറവൂർ KMK കവലയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം നിന്നിരുന്ന പൂമരമാണ് രാത്രിയുടെ മറവിൽ മുറിച്ചു നീക്കിയത്. വനിതകളുടെ മാനസിക ശാരീരികാരോഗ്യവും അഴകും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വെള്ളാങ്കല്ലൂർ പാലപ്രക്കുന്ന് അംഗനവാടി കെട്ടിടത്തിൽ വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ ഫിറ്റ്നസ് സെന്ററിന് ലഭ്യമാക്കി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.